ഒരുപാട് മരുന്നുകൾ മോഡേൺ മെഡിസിനിലുണ്ട്. ഈ മരുന്നുകളെല്ലാം തന്നെ പല കമ്പനികളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പല കമ്പനികളും പല പേരുകളിലാണ് ഇത് മാർക്കറ്റിൽ സെല് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ. ഈ പാരസെറ്റമോൾ പല കമ്പനികളും പല പേരിൽ ഇറക്കാറുണ്ട്. ഡോളോ എന്ന പേരിൽ ഇറക്കാറുണ്ട്, കാൽപോൾ എന്ന പേരിൽ ഇറക്കാറുണ്ട്, വേറൊരു കമ്പനി ക്രോസിൻ എന്ന പേരിൽ ഇറക്കാറുണ്ട്. ഇതെല്ലാം തുറന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ മാത്രമാണ്. അതായത് പാരസെറ്റമോൾ എന്ന് പറയുന്നത് ഒരു ജനറിക് നെയിമും ഈ ഡോളോ, കാൽപോൾ, ക്രോസിൻ എന്ന് പറയുന്നത് ഒരു കമ്പനി നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമാണ്. ഒരു മരുന്നിന് എപ്പോഴും ഒരു ജനറിക് നെയിം ഉണ്ടാവും, ബ്രാൻഡ് നെയിം ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് മോഡേൺ മെഡിസിനിലെ എല്ലാ മരുന്നുകളുടെ കാര്യം. നമ്മുടെ മരുന്നുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഇതിന്റെ പ്രൊഡക്ഷൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, അതിന്റെ ക്വാളിറ്റി എല്ലാം നിശ്ചയിക്കുന്നതെല്ലാം ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ കമ്പനി മാറ്റുന്ന സമയത്ത് നിങ്ങൾ ഫാർമസിസ്റ്റുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഇത് കൊള്ളാവുന്ന കമ്പനിയാണ്, അതുപോലെ തന്നെ ഡോക്ടർ എഴുതിയിരിക്കുന്ന മരുന്ന് തന്നെയാണ് ഇതിലുള്ളത് എന്ന്. ഇനി ആർക്കൊക്കെ ഇങ്ങനെ കമ്പനി മാറ്റാൻ പാടില്ല? റെഗുലർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മരുന്നുകൾ മോഡേൺ മെഡിസിനിലുണ്ട്. ഈ മരുന്നുകളെല്ലാം തന്നെ പല കമ്പനികളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പല കമ്പനികളും പല പേരുകളിലാണ് ഇത് മാർക്കറ്റിൽ സെല് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ. ഈ പാരസെറ്റമോൾ പല കമ്പനികളും പല പേരിൽ ഇറക്കാറുണ്ട്. ഡോളോ എന്ന പേരിൽ ഇറക്കാറുണ്ട്, കാൽപോൾ എന്ന പേരിൽ ഇറക്കാറുണ്ട്, വേറൊരു കമ്പനി ക്രോസിൻ എന്ന പേരിൽ ഇറക്കാറുണ്ട്. ഇതെല്ലാം തുറന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ മാത്രമാണ്. അതായത് പാരസെറ്റമോൾ എന്ന് പറയുന്നത് ഒരു ജനറിക് നെയിമും ഈ ഡോളോ, കാൽപോൾ, ക്രോസിൻ എന്ന് പറയുന്നത് ഒരു കമ്പനി നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമാണ്. ഒരു മരുന്നിന് എപ്പോഴും ഒരു ജനറിക് നെയിം ഉണ്ടാവും, ബ്രാൻഡ് നെയിം ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് മോഡേൺ മെഡിസിനിലെ എല്ലാ മരുന്നുകളുടെ കാര്യം. നമ്മുടെ മരുന്നുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഇതിന്റെ പ്രൊഡക്ഷൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, അതിന്റെ ക്വാളിറ്റി എല്ലാം നിശ്ചയിക്കുന്നതെല്ലാം ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ കമ്പനി മാറ്റുന്ന സമയത്ത് നിങ്ങൾ ഫാർമസിസ്റ്റുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഇത് കൊള്ളാവുന്ന കമ്പനിയാണ്, അതുപോലെ തന്നെ ഡോക്ടർ എഴുതിയിരിക്കുന്ന മരുന്ന് തന്നെയാണ് ഇതിലുള്ളത് എന്ന്. ഇനി ആർക്കൊക്കെ ഇങ്ങനെ കമ്പനി മാറ്റാൻ പാടില്ല? റെഗുലർ